ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കാം. തേങ്ങ അരയ്ക്കാത്ത, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചേർക്കാത്ത ചാള വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്കായി ഇതുപോലെ കുറച്ച് പഴുത്ത മുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മാങ്ങ, തക്കാളി, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ചെറിയ ചാളയൊക്കെ കിട്ടുമ്പോൾ ഇവിടെ സാധാരണ തോരൻ വെക്കാറുണ്ട്, പിന്നെ ചാള പുളിങ്കറി വെക്കാറുണ്ട്. അതിൽ മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് സാധാരണ പുളിങ്കറി ഞാൻ വെക്കുന്നത്. ഇത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതുള്ള ഒരു പുളിങ്കറിയാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ രീതിയിൽ ഈ ചാള കിട്ടുമ്പോൾ കറി വയ്ക്കുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള പച്ചമുളക് പഴുത്തതാണ് ഈ മുളക് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ പഴുത്ത മുളക് ഇല്ലാത്തവർക്ക് വറ്റൽ മുളക് എടുക്കാം. ഇത് പഴുത്ത മുളക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പഴുത്ത മുളകാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ചെറിയ ചാളയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി കറിയാണ്. ഇനി നമുക്ക് ആ മുളകെല്ലാം കൂടി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ എരി മാത്രമേ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ മുളക് പൊടിയോ വേറെ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. സ്പെഷ്യലായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് എരിക്ക് ആവശ്യമായുള്ള മുളക് ഇതിലേക്ക് എടുക്കണം. വറ്റൽ മുളകാണെങ്കിൽ ആ കറിക്ക് ആവശ്യമായ എത്രയാണെന്ന് നോക്കി അത്രയും മുളക് നമുക്കിതിലേക്ക് ചതച്ചെടുത്തിടാം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. ഇനി ചതച്ച് വെച്ചേക്കുന്ന മുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചതച്ച മുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കണം. എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുന്നതിന് വേണ്ടി എല്ലാം നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത്തിരി കുറച്ച് കൂടുതൽ ഒഴിക്കണം. വെളിച്ചെണ്ണയും കൂടെ കുറച്ച് കൂടുതൽ ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് എല്ലാം ഇളക്കി യോജിപ്പിക്കണം. ഇനി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു. കറിവേപ്പില ഇതുപോലെ ഇടയ്ക്കൊന്ന് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ മണമൊക്കെ കിട്ടും. ഇനി നമുക്ക് ആ മാങ്ങ ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ പകുതി മാങ്ങയൊക്കെ ചേർത്താൽ മതി. ചാള ചെറിയ മീനല്ലേ, അപ്പോൾ അധികം പുളിപ്പൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ അധികം പുളിപ്പില്ലാത്തത് കൊണ്ടാണ്, അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്. ഞാൻ മാങ്ങ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്ത് ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി കൂടി അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നല്ലതുപോലെ വഴന്നതിന് ശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ സ്പെഷ്യൽ കറിക്ക് തേങ്ങയും അരയ്ക്കുന്നില്ല, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പുളിയുടെ വെള്ളം നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ഒരു മീൻ കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ചാള കിട്ടുമ്പോൾ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയായൊരു മീൻ കറിയാണ്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. തേങ്ങയൊന്നും അരയ്ക്കേണ്ട, വേറെ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട. എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയായ കറിയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡിയായി. ടേസ്റ്റിയായൊരു കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അതുകൊണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.